പീറ്റർ ദേവി പോയ വിഷമത്തിൽ ബോധമില്ലാതെ ഓഫീസിൽ വരികയും പല സ്ഥലങ്ങളിലും അടിയുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് പള്ളിയിലെ അച്ഛൻ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നു. ഇനി നീ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നും ഇനി കുറച്ചുനാൾ എവിടെയെങ്കിലും മാറി നിൽക്കാനും അവനെ ഉപദേശിക്കുന്നുണ്ട്. ഇതിനിടെ ദേവി പല സ്ഥലങ്ങളിൽ നിന്നും അവനെ കാണുകയും അവിടെ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞു മാറി പോകുകയും ചെയ്യുന്നു. ഇത് ദേവി വീട്ടിൽ വന്ന് സങ്കടം പോലെ പറയുന്നുണ്ട്. അതിനിടയിൽ അനിയൻ ജൂഡിയുമായി സ്നേഹത്തിലാകുകയും ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ അവളുടെ അച്ഛൻ ഭയങ്കരമായി മദ്യപിച്ചിരിക്കുകയായിരുന്നു. അവൻ ചെന്നപ്പോൾ അവനോട് കുടിക്കാൻ പണം ചോദിക്കുന്നു. ഇത് കണ്ടുവന്ന ജൂഡി അച്ഛനെ വഴി പറയുകയും അവൾ വീട്ടിലെ അവസ്ഥ അവനോട് പറയുകയും ചെയ്യുന്നു. തന്റെ വീടിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട എന്നും അവൾ അവനോട് പറയുന്നു. അവൻ അതിനെ വിസമ്മതിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിച്ചത് വീട്ടുകാരെ അല്ല എന്നും നിന്നെയാണെന്നും അവൻ പറയുന്നു. ഒരിക്കൽ പീറ്റർ ചേച്ചിയെ കാണാൻ വീട്ടിലേക്ക് വരുമ്പോൾ ദേവി പരാതി പറഞ്ഞതായി ചേച്ചിയും ചേട്ടനും അവനോട് പറയുന്നു. അവൻ കുറച്ചുനാൾ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൻ അതിനെ യാത്ര ചോദിക്കുകയും ദേവിയെ താൻ പോയി കണ്ടോളാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചേട്ടനും അനിയനും കൂടെ ദേവി താമസിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. അവിടെ അവൾ കുറെ പരിഭവവും എല്ലാം പറയുകയും കരയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ വിദേശത്തേക്ക് പോകുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ദേവി ഗർഭിണിയാകുകയും ആ വിവരം അവൾ സന്തോഷത്തോടുകൂടെ ഭർത്താവിനെ അറിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ചേച്ചിയും ചേട്ടന്റെയും അടുത്ത് വരികയും ഈ സന്തോഷകരമായ കാര്യം പറയുകയും ചെയ്യുന്നു. തിരിച്ച് അവർ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആകുകയും ഭർത്താവ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്സിഡന്റിൽ ദേവിയുടെ കുഞ്ഞു വയറ്റിൽ കിടന്ന് മരിച്ചു പോകുന്നു. അവൾ ഒരു ഡ്രാമയിലേക്ക് പോകുകയാണ്. പിന്നീട് ഇതൊന്നും പീറ്റർ അറിയുന്നുണ്ടായിരുന്നില്ല. ദേവി തീരെ പുറത്തിറങ്ങാതാകുകയും അവളുടെ കളിയും ചിരിയും എല്ലാം നഷ്ടമാകുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം പീറ്റർ വരികയും എല്ലാ വിവരവും അറിയുകയും ചെയ്യുന്നു. അവൻ ദേവിയെ വന്ന് കാണുകയും ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നും പുറത്തേക്കെല്ലാം പോയി കഴിഞ്ഞതെല്ലാം മറക്കണമെന്നും അവൻ അവളോട് പറയുന്നു. പക്ഷെ അവൾക്ക് അതൊന്നും മറക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ജൂഡിയുമായുള്ള വിവാഹത്തിന് ചേട്ടന് സമ്മതമാണെന്ന് അനിയനെ അറിയിക്കുന്നു. പാമച്ചൻ പീറ്ററെ വിളിച്ച് നിനക്ക് ദേവിയെ ഇഷ്ടമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു വന്നോളൂ എന്നും എനിക്ക് അതിൽ എതിർപ്പില്ല എന്നും പീറ്ററിനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ അവൻ ദേവിയെ താൻ കെട്ടിക്കോളാം എന്ന് പറയാൻ വേണ്ടി ചേട്ടന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചേട്ടൻ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് അത് കേൾക്കാൻ ടൈം ഇല്ലാതെ പോകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചേച്ചിയും ചേട്ടനും കൂടെ ദേവിക്ക് വേറെ വിവാഹം ആലോചിക്കുകയും അത് അവൾ കേൾക്കാൻ ഇടയാകുകയും ചെയ്യുന്നു. അവൾ ഒരു മദറിനെ പോയി കണ്ട് ജീവകാരുണ്യ പ്രവർത്തനം പോലെയുള്ള ഒരു സംഘടനയിലേക്ക് തന്നെ ചേർക്കണമെന്നും താൻ ശമ്പളമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പേര് രജിസ്റ്റർ ചെയ്ത് വീട്ടിലേക്ക് പോരുന്നു. വീട്ടിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അവരെല്ലാവരും അതിനെ എതിർക്കുന്നുണ്ട്. അവൾക്ക് അതിന് സമ്മതമല്ലായിരുന്നു. അവൾ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമ്പോൾ പീറ്റർ അങ്ങോട്ട് കയറി വരുന്നു. ഈ തീരുമാനം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നും പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ദേവി ആലോചിക്കേണ്ടതെന്നും പറയുന്നു. പക്ഷേ അവൾ അവളുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പീറ്റർ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവളോട് പറയുന്നു, ഞാൻ ഇത്രയും കാലം ദേവിയെ മാത്രമാണ് മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത് എന്നും ദേവി എന്നോട് ചോദിച്ചിരുന്നില്ലേ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചതിന് ശേഷം എന്നെ വന്ന് കാണാത്തതെന്ന്, എനിക്ക് തന്നെ ഒരിക്കലും വേറെ ഒരാളുടെ ഭാര്യയായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് അവൻ അവളോട് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട്. ദേവിക്ക് ദേവിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നും മറ്റുള്ളവരെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്നും അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അവൻ ഒരുപാട് മദ്യപിക്കുകയും കാർ ഓടിച്ച് ലക്കും ലെവാനുമില്ലാതെ എവിടെയൊക്കെയോ കൊണ്ട് ഇടിക്കുകയും ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോധമില്ലാത്ത അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അവിടെ ദേവി വന്ന് ഉറക്കമൊഴിച്ച് കൂട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ മെല്ലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ദേവി ഇരിക്കുന്നത് കാണുന്നു. അവൾ മെല്ലെ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവനും ചിരിക്കുന്നു. ദേവിക്ക് അവനെ ഇഷ്ടമായി എന്ന അർത്ഥത്തോടു കൂടി സിനിമ അവസാനിക്കുന്നു. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ.